പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ച ഏക വിദേശ ഭരണാധികാരി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. അത്രയ്ക്കും തേനും പാലും പോലെയായിരുന്നു രണ്ടുപേരും. ഇന്ത്യയിലേക്ക് വിരുന്നുണ്ണാൻ എന്ന് പറഞ്ഞ് മോദി വിളിക്കുന്നു. തിരിച്ച് അമേരിക്കയിലേക്ക് സൽക്കാരത്തിനായി ട്രംപ് മോദിയെയും കൂട്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ വലിയ ചങ്ങാതിമാരായ ഇവർ ഇപ്പോൾ തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കുകയാണ്. ചെറിയ അടിയല്ല സുഹൃത്തായ നരേന്ദ്രമോദിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ വഞ്ചിച്ച ട്രംപിനെതിരെ പോരാടാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് പിന്തുണയും ധൈര്യവും നൽകിയിരിക്കുകയാണ്. അതാണ് രാജ്യസ്നേഹികളുടെ യഥാർത്ഥ ലക്ഷണം എന്ന് പറയുന്നത്. അതുപ്രകാരം ഇന്ത്യക്കുമേൽ ചുമത്തിയ 50% താരിഫ് വിഷയം ഇന്ന് പാർലമെന്റിൽ വലിയ ചർച്ചയായി മാറുകയാണ്. അന്യായമായ ഈ നടപടിയെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നോട്ടീസ് നൽകി. ആദ്യം തന്നെ ലോക്സഭാ സെക്രട്ടറി ജനറലിനാണ് കോൺഗ്രസിൻ്റെ എറണാകുളം MP ഹൈബി ഈഡൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ രാജ്യത്തെ പൗരന്മാരുടെ താൽപ്പര്യത്തെ മറികടക്കരുത് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് തരാമെന്നും, പക്ഷേ ഇതിൻ്റെ പേരിൽ ഡൊണാൾഡ് ട്രംപിന് ഒരിക്കൽ കൂടി നിങ്ങൾ അടിയറവ് പറയരുത് എന്നുള്ള വ്യക്തമായ സന്ദേശം പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. ട്രംപിൻ്റെ നടപടി അന്യായവും അനീതിയും യുക്തിരഹിതവുമാണ് എന്ന് പറഞ്ഞ് കരയുന്ന കേന്ദ്ര സർക്കാരിന് വലിയ പിന്തുണയാണ് കോൺഗ്രസും പ്രതിപക്ഷവും നൽകിയിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നീക്കങ്ങൾക്ക് പ്രതിപക്ഷം എല്ലാ പിന്തുണയും നൽകുന്നുവെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചതോടെ അല്പം സമാധാനം ലഭിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക്. തകർന്നു പോയി എന്ന് തോന്നിയിരുന്ന സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ അടി കൂടി വാങ്ങേണ്ടി വരും പാർലമെന്റിൽ എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്ന നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധി പിന്തുണ നൽകിയതോടെ വലിയ ആശ്വാസമായി മാറി. ട്രംപിൻ്റെ പ്രഖ്യാപനം സാമ്പത്തിക ബ്ലാക്ക്മെയിലാണെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചതോടെ അത് അമേരിക്കൻ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യുകയാണ്. ഇത് നരേന്ദ്രമോദിക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. അതായത് ട്രംപിനെ കെട്ടിപ്പിടിക്കുമ്പോൾ വരെ രാഹുൽ ഗാന്ധിയെ തീർക്കാൻ നോക്കിയ മഹാനാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപിനെയും സന്തോഷിപ്പിക്കുമ്പോഴും രാഹുലിനെയും അവരുടെ പാർട്ടിയെയും കുടുംബത്തെയും പുലഭ്യം പറയുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത്. എന്നാൽ ഉറ്റ സുഹൃത്തിൽ നിന്നും നല്ല തിരിച്ചടി കിട്ടിയതോടെ പ്രതിപക്ഷത്തെ തൊഴുതു നിൽക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത്. അപ്പോഴും BJP ചെയ്യുന്നത് പോലെ രാജ്യവിരുദ്ധനെന്നോ കഴിവുകെട്ടവനെന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തിയില്ല രാഹുൽ ഗാന്ധി. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. എന്തു വേണമെങ്കിലുമുള്ള സഹായം നൽകാമെന്നും നമുക്കൊന്നിച്ചു നിന്ന് ട്രംപിനെ നേരിടാമെന്നുമുള്ള വളരെ മാന്യമായ ഒരു രാജ്യസ്നേഹിയെയാണ് രാഹുൽ ഗാന്ധിയിൽ കണ്ടത്, അദ്ദേഹത്തിൻ്റെ വാഗ്ദാനത്തിൽ കണ്ടത്. ഇന്ത്യയുടെ വിദേശ നയം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. ഇന്നലെ വരെ നമ്മൾ കണ്ടതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും വലിയ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് ഇന്നലെ ലോക്സഭ പിരിഞ്ഞത്. പക്ഷേ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പാർലമെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ശക്തമായി തന്നെ. എന്നുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് വന്ന് ഇവിടെ ഇടപെടേണ്ടതില്ല, ട്രംപിനെതിരെ പൊരുതുമ്പോൾ മാറി നിൽക്കില്ലെന്നും ഒന്നിച്ചു നിന്ന് തന്നെ പോരാടാം എന്ന് പറഞ്ഞതോടെ നരേന്ദ്രമോദിയുടെ 56 ഇഞ്ച് നെഞ്ചളവെന്ന് ചുരുണ്ടു. എങ്കിലും രാജ്യത്തിന് രാഹുൽ ഗാന്ധിയെ ഓർത്ത് അഭിമാനിക്കാം.